കൊള്ളിമലയിലെ 72ാമത്തെ ചുരം അവരുടെ മരണത്തിനു വേണ്ടി കാത്തിരുന്നു. ഒരു കുടുംബം യാത്ര തിരിച്ചിരുന്നു കൊള്ളിമലയിലേക്ക്. ഒരുപാട് ചുരങ്ങളുള്ള ഒരു സ്ഥലമാണ് കൊള്ളിമല. ഏകദേശം 100ഓളം ചുരങ്ങൾ കയറി വേണം കൊള്ളിമലയിലേക്ക് എത്താൻ. എന്നാൽ ആ കൊള്ളിമലയിലെ 72ാമത്തെ ചുരത്തിൽ അവരെ കാത്തിരുന്നത് അവരുടെ മരണമായിരുന്നു. അതൊന്നും അറിയാതെയായിരുന്നു ആ കുടുംബം ആ യാത്രയ്ക്ക് പുറപ്പെട്ടത്. അങ്ങനെ അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു ആ യാത്രയ്ക്ക് പുറപ്പെട്ടിരുന്നത്. അവരുടെ വണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി അവരൊരു ഡ്രൈവറെ കൂടി ഏർപ്പാടാക്കി. എന്നാൽ ആ ഡ്രൈവർ കൊണ്ടുവന്ന വണ്ടിയിലായിരുന്നു അവർ യാത്ര തിരിച്ചത്. യാതൊരു കേടുപാടുകളുമില്ലാത്ത പുതിയ ഒരു വണ്ടിയായിരുന്നു അവർ ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർ യാത്ര തിരിച്ചു. പകലായിരുന്നു അവരുടെ യാത്ര. ഏകദേശം അർദ്ധരാത്രിയോടെ അവിടെ എത്താമെന്ന് കണ്ടാണ് അവർ യാത്ര തിരിച്ചത്. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ വളരെ രസകരമായ നിമിഷങ്ങളിലൂടെ അവർ കടന്നുപോയി. അങ്ങനെ ഏകദേശം സന്ധ്യമായി തുടങ്ങി. ആ സമയത്താണ് ഡ്രൈവർ പറയുന്നത്, നമുക്ക് ഏകദേശം 9 മണിക്ക് മുന്നേയെങ്കിലും കൊള്ളിമലയിലെ ചുരങ്ങളെല്ലാം താണ്ടണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് നിർത്തി. അതിൽ എന്തോ പന്തികേട് തോന്നിയ കുട്ടികളുടെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി? എന്താണ് നിങ്ങൾ പറയുന്നതിനിടയിൽ നിർത്തിയത്? എന്താണ് അർദ്ധരാത്രിയിൽ അവിടെ എത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അയാളോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഡ്രൈവർ ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. ഹേയ്, പ്രശ്നമൊന്നുമില്ല, നമുക്ക് സാവധാനം അവിടെ എത്തിയാൽ മതി. എന്നാലും എത്രയും പെട്ടെന്ന് എത്തുന്നതല്ലേ നല്ലത്? അത്രയും സമയം നിങ്ങൾക്ക് അവിടം സമയം ചിലവഴിക്കാലോ എന്ന്. അങ്ങനെ അവർ ആ ചുരത്തിന് താഴെ എത്തി. ഏകദേശം അടിവാരത്തിൽ എത്തിയപ്പോൾ അവർ വിശ്രമത്തിനായി അല്പസമയം വണ്ടി അവിടെ ഒതുക്കി. ആ സമയത്ത് ഡ്രൈവർ വണ്ടിക്ക് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുകയും അത്തരത്തിലുള്ള അല്ലറ ചില്ലറ പരിപാടികളെല്ലാം ശ്രദ്ധിച്ചു. കാരണം ചുരത്തിൽ എവിടെയെങ്കിലും വണ്ടി നിന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ പിന്നെ സാധ്യമല്ല. കാരണം അർദ്ധരാത്രിയും കൂടെയുള്ളത് ഒരു ഫാമിലിയുമാണ്. കാരണം കുട്ടികളും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ആ ഡ്രൈവർക്കാണ് അതിൻ്റെ ചീത്തപ്പേര്. അതുകൊണ്ട് തന്നെ അവർ വളരെ ശ്രദ്ധയോടുകൂടി ആ വണ്ടിയിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. അങ്ങനെ പോകുന്നതിനിടയിലാണ് ഡ്രൈവർ അവരോട് പറഞ്ഞത്, ഉറക്കത്തിലായിരുന്ന മക്കളെ ഉണർത്തിക്കോളൂ, ഇനി അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. അതോടൊപ്പം മക്കൾക്ക് ഞാനൊരു കഥ കൂടി പറഞ്ഞു തരാം. പണ്ട് കാലത്ത് ഈ കൊള്ളിമലയിൽ ഒരുപാട് സന്യാസിമാർ ജീവിച്ചിരുന്നു പോലും. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുന്ന പലർക്കും എന്തൊക്കെയോ അമാനുഷികമായ കുറെ കാര്യങ്ങൾ അനുഭവിച്ചവരുണ്ട്. ഇത് പറഞ്ഞ ഉടനെ തന്നെ കുട്ടികളുടെ അമ്മ ഡ്രൈവറോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള പ്രേതകഥകളൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കരുത്, അവർ വല്ലാതെ പേടിക്കും, പിന്നെ ഈ യാത്ര മുഴുവൻ അവർക്ക് പേടി മാത്രമായിരിക്കുമെന്ന്. അതോടുകൂടി മക്കൾ കുറച്ചുകൂടി ആവേശത്തിലായി. അങ്കിളെ, ഈ ചുരത്തിൽ യക്ഷിയുണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം. എന്നാൽ അതിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ അവർ 42ാമത്തെ ചുരത്തിലെത്തി. പെട്ടെന്നാണ് വണ്ടി അല്പം റോഡിൽ നിന്നും തെന്നി മാറി ഒരു ഓരത്ത് താനെ നിന്നുപോയത്. പെട്ടെന്ന് കുട്ടികളുടെ അച്ഛൻ ഡ്രൈവറോട് ചോദിച്ചു, എന്തു പറ്റി വണ്ടിക്ക്? ഡ്രൈവർ പറഞ്ഞു, എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തു പറ്റി എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഡ്രൈവർ പുറത്തിറങ്ങി വണ്ടി മുഴുവൻ പരിശോധിക്കുമ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാലും റേഡിയേറ്റർ കുറച്ച് അധികം ചൂടായിരിക്കുന്നു. അപ്പോഴാണ് ഡ്രൈവർ ആ കാര്യം ഓർത്തത്. കാരണം അടിവാരത്തിൽ വെച്ച് റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചിട്ടും ഇത്ര പെട്ടെന്ന് എങ്ങനെ റേഡിയേറ്റർ ചൂടായി എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ഈ യാത്ര ക്യാൻസൽ ആവാതിരിക്കാനും അദ്ദേഹത്തിന് പണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യവും അവരോട് വിട്ടു പറഞ്ഞില്ല. അങ്ങനെ അല്പസമയത്തിന് ശേഷം ആ വണ്ടി വീണ്ടും സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ടായി. അങ്ങനെ അവിടെ നിന്നും അവർ യാത്ര തിരിച്ചു. അപ്പോഴാണ് ഡ്രൈവർ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുന്നത്. ഏകദേശം ഇരുട്ട് വീഴാറായി. ഏകദേശം എല്ലായിടവും ഇരുട്ട് പടർന്നു കഴിഞ്ഞു. കോടമഞ്ഞ് പതുക്കെ ആ ചുരം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി.
മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പതുക്കെ പതുക്കെ അവർ ആ ചുരത്തിലൂടെ നീങ്ങി തുടങ്ങി. അങ്ങനെ അവർ 65-ാമത്തെ ചുരത്തിലെത്തി. വീണ്ടും വണ്ടിക്കെന്തോ തകരാറ് പോലെ. അപ്പോഴേക്കും ഏകദേശം എല്ലാ ഭാഗവും ഇരുട്ടിലായിരുന്നു. പെട്ടെന്ന് കുട്ടികളുടെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? നിങ്ങളുടെ വണ്ടി വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് തിരിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഡ്രൈവർ എന്തെന്നില്ലാതെ പരിഭ്രമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയില്ല സാർ, ഞാൻ ഒന്നുകൂടി വണ്ടി ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ട്രാവൽസിലെ കൂട്ടുകാരനെ കൂടി ഒന്ന് വിളിക്കാം. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അദ്ദേഹത്തോട് കൂടി ചോദിച്ച് മാത്രമേ ഈ വണ്ടി സർവീസ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരനെ വിളിക്കുന്നതിനിടയിലാണ് കൂട്ടുകാരൻ ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങൾ കൊള്ളിമലയിലേക്കല്ലേ പോയിരിക്കുന്നത്? ചുരം അവസാനിച്ചോ അതോ അടിവാരത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് എന്ന്. അപ്പോൾ മറുപടിയായി ഡ്രൈവർ പറഞ്ഞ കാര്യം, അല്ല, ഞങ്ങൾ ചുരത്തിന് നടുവിലാണ്. ഏകദേശം 64-ാമത്തെ ചുരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 2 തവണ വണ്ടി കേടുവന്നു. വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ല. മുകളിലെത്തുമ്പോഴേക്കും മൊത്തത്തിൽ ഇരുട്ടാകും. വന്യജീവികളുള്ള കാടാണിത്. അതുകൊണ്ടും വണ്ടിയിൽ കുട്ടികളുള്ളത് കൊണ്ടും മുന്നോട്ട് പോകാൻ വണ്ടി ക്ലിയർ ആയിരിക്കണം. അതിന് ആ സുഹൃത്ത് മറുപടിയായി പറഞ്ഞത്, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്? അർദ്ധരാത്രിക്ക് മുമ്പ് നിങ്ങൾ ചുരം കടക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അവൾ ആ 72-ാമത്തെ ചുരത്തിൽ നിങ്ങളെ കാത്തിരിക്കുമെന്ന്. അപ്പോഴാണ് ഡ്രൈവർ പെട്ടെന്ന് ആ സുഹൃത്തിനോട് ചോദിച്ചത്, 72-ാമത്തെ ചുരത്തിലെ ആ ദുരൂഹത സത്യമാണോ എന്ന്. അപ്പോൾ പുറകിലിരുന്ന് കുട്ടികളുടെ അച്ഛനും അമ്മയും കുട്ടികളും ഈ കാര്യം കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഫോൺ കോളിനിടയിലൂടെ തന്നെ ആ അച്ഛനും അമ്മയും കുട്ടികളും അദ്ദേഹത്തോട് ചോദിച്ചു, 72-ാമത്തെ ചുരത്തിൽ എന്താണ് പ്രശ്നം? 72-ാമത്തെ ചുരത്തിലെത്തിയാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. ഫോൺ കോൾ കട്ട് ചെയ്ത് അദ്ദേഹം ഇവരോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. വണ്ടിക്ക് ഇപ്പോൾ തകരാറൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ അവർ 72-ാമത്തെ ചുരത്തിലെത്തി. 72-ാമത്തെ ചുരത്തിൽ വീണ്ടും അവരുടെ വണ്ടി നിന്നു. അതിനുശേഷം ആ വണ്ടി എത്ര സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ടായില്ല. ഉടനെ തന്നെ ഡ്രൈവർ പറഞ്ഞു, വണ്ടിയുടെ ഡോറിൻ്റെ ഗ്ലാസുകളെല്ലാം നിങ്ങൾ ഉയർത്തണം. അതുപോലെ അതിന് പിന്നിലുള്ള കർട്ടണും നിങ്ങൾ ഉപയോഗിക്കുക. എന്ത് തന്നെ ശബ്ദം കേട്ടാലും നിങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആ കർട്ടൻ മാറ്റി നോക്കരുത് എന്ന് വളരെ ഉറപ്പിച്ച് 2-3 തവണ പറഞ്ഞു. ഇത് കേട്ട ഉടൻ കുട്ടികളുടെ അമ്മയ്ക്കും കുട്ടികൾക്കും ഒരുപോലെ ഭയം തോന്നി. എന്താണ് 72-ാമത്തെ ചുരത്തിലുള്ളത്? അവർ വീണ്ടും വീണ്ടും ചോദിച്ചു. അങ്ങനെ ഡ്രൈവർക്ക് ആ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ആ വഴി യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു കുഞ്ഞിനെ നഷ്ടമാവുകയുണ്ടായി. ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ നഷ്ടമായത്. അതിനുശേഷം പോലീസ് കേസ്, അതുപോലെ ഒരുപാട് വളണ്ടിയേഴ്സ് എല്ലാം ചേർന്ന് അവിടെ മുഴുവൻ അരിച്ചു പിറക്കി. ആ കുട്ടിയുടെ ശവശരീരമോ ആ കുട്ടിയെയോ ആർക്കും കാണാൻ സാധിച്ചില്ല. അതിന് 1 മാസങ്ങൾക്ക് ശേഷമാണ് 72-ാമത്തെ ചുരത്തിൽ അർദ്ധരാത്രി തനിച്ച് ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കയ്യിൽ ഒരു ബോളുമായി നിൽക്കുന്നത് രൂപം കണ്ടു എന്ന് പലരും പറയുകയുണ്ടായി. എന്നോടും ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്തുക്കളിൽ പലരും അത് പറയുകയുണ്ടായി. പക്ഷേ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം അന്ധവിശ്വാസമാവാമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ എനിക്ക് എന്തോ ഭയം തോന്നുന്നു. കാരണം ഒരു പക്ഷേ നമ്മൾ ആ കുട്ടിയെ മുന്നിൽ കണ്ടാൽ ആ കുട്ടി നമ്മളോട് സഹായം അഭ്യർത്ഥിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. ആ സഹായ അഭ്യർത്ഥനയിൽ നമ്മൾ ആ കുട്ടിയോട് സിമ്പതി കാണിച്ചാൽ ആ കുട്ടി നമ്മളുടെ കൂടെ പോരുമെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കർട്ടനും ഗ്ലാസ് എല്ലാം അടച്ച് ഒരു സഹായത്തിനായി ആരെങ്കിലും വരുന്നത് വരെ വണ്ടിക്കുള്ളിൽ തന്നെ കഴിയണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്നതിനിടയിൽ അവർക്കെല്ലാം ഒരുപാട് ഭയം തോന്നി. പെട്ടെന്ന് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു മരവിപ്പായിരുന്നു എല്ലാവർക്കും. കുട്ടികൾ പേടിച്ച് വിറച്ച് അമ്മയോടും അച്ഛനോടും പറ്റിച്ചേർന്നിരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവരുടെ കാറിൻ്റെ മുകളിൽ നിന്നും ആരോ ഇഴഞ്ഞു നീങ്ങുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. വണ്ടിക്ക് മുകളിൽ ആരോ കയറി നിന്ന് ചാടി നീങ്ങുന്ന പോലുള്ള ഒരു തരം ശബ്ദം. അവരെല്ലാവരും പേടിച്ചു. എന്നാൽ ഈ കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടി പതുക്കെ ഗ്ലാസ് ഡോറിൻ്റെ കർട്ടൻ തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തേക്ക് നോക്കുമ്പോഴായിരുന്നു ആ കുട്ടി ഒരു വിചിത്രമായ കാഴ്ച കണ്ടത്. ഒരു പെൺകുട്ടി മുടിയെല്ലാം അഴിച്ചിട്ട് കയ്യിൽ ഒരു ബോളുമായി നിൽക്കുന്നു.
എന്നിട്ട് തങ്ങൾക്ക് നേരെ കൈ കാണിച്ചുകൊണ്ട് സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന പോലെ തോന്നിയത്. ഉടനെ തന്നെ ആ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു കൊച്ചു കുഞ്ഞ് പുറത്തു നിൽക്കുന്നു, നമുക്ക് അവളെ കൂടി കൊണ്ടുപോകാം. ഈ അർദ്ധരാത്രിയിൽ ഈ കൂരാക്കൂരിരട്ടിൽ ആ കുട്ടി ഇങ്ങനെ അവിടെ നിൽക്കും, ആ കുഞ്ഞിന് പേടിയാകുന്നുണ്ടാവും അമ്മേ എന്ന് പറഞ്ഞു. അമ്മ അത് കേട്ട ഉടനെ, നിന്നോട് ആരാണ് വാതിൽ തുറക്കാൻ പറഞ്ഞത്? നീ എന്തിനാണ് പുറത്തേക്ക് നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശകാരിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ അല്പം വിചിത്രമായിരുന്നു. അവർ വാതിൽ തുറക്കാതെ തന്നെ അവർക്ക് നേരെ സഹായാഭ്യർത്ഥനയായി മുന്നിൽ ഒരു കുഞ്ഞ് സ്വന്തം കയ്യിലൊരു ബോളുമായി നിൽക്കുന്നു. എന്നിട്ട് അവർക്ക് നേരെ അവൾ സഹായാഭ്യർത്ഥന ചോദിക്കുന്നു. എന്നാൽ ഇത് കണ്ട് ഭയന്ന അവൻ ഉടനെ തന്നെ വണ്ടി ഒന്നുകൂടി സ്റ്റാർട്ടാക്കാൻ നോക്കി. എന്തോ ഭാഗ്യം കാരണം ആ വണ്ടി ഉടനെ തന്നെ സ്റ്റാർട്ടാവുകയുണ്ടായി. എന്നിട്ട് അവർ അവിടെ നിന്നും ആ മലയുടെ ഉച്ചത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവർ അവിടെ എത്തി. ഡ്രൈവറോട് ഒരുപാട് ശകാരിച്ചെങ്കിലും അവർ അവിടെ അന്ന് താമസിക്കാനായി ഒരു റൂം എടുത്തു. അന്ന് റൂം എടുത്ത മുതൽ അവർക്ക് ഇനി കൊള്ളിമല ചുറ്റിക്കാണണമെന്ന് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം നേരം പുലർന്നാൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോരണമെന്ന ഒരു മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഭയം കൊണ്ടായിരുന്നു അവർ അവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അന്നത്തെ അർദ്ധരാത്രി അവർ ഉറക്കത്തിലേക്ക് വഴുതി നീങ്ങിയ സമയത്താണ് അവരുടെ റൂമിൻ്റെ ഡോറിന് മുന്നിൽ നിന്നും ഒരു ഡോർ മുട്ടുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടത്. റൂം സർവീസിനായി ആരെങ്കിലും വന്നതാവാമെന്ന് കരുതി അവർ റൂം തുറന്നു നോക്കുമ്പോൾ ആ ചുരത്തിൽ കണ്ട അതേ കുട്ടി സ്വന്തം കയ്യിൽ ഒരു ബോളുമായി അവരുടെ റൂമിന് മുന്നിൽ. അവരുടെ കൂടെ ആ കുഞ്ഞ് അവരെ പിന്തുടരുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. എങ്ങനെയൊക്കെയോ ഈശ്വര വിശ്വാസം കൊണ്ടും ഈശ്വരധീനം കൊണ്ടും അവർക്ക് നേരം വെളുപ്പിക്കേണ്ടി വന്നു. അടുത്ത ദിവസം അവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചു പോരുമ്പോൾ 72ാമത്തെ ചുരത്തിൽ ആളുകൾ ഫോട്ടോ എല്ലാം എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിൽ മുഴുവൻ എന്തൊക്കെയോ അസ്വസ്ഥതകളായിരുന്നു. കാരണം അവർ ഇന്നലെ രാത്രി അനുഭവിച്ച ആ കാഴ്ചയും ആ അനുഭവവും ഇനി ആർക്കും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് അവർ മനസ്സിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ചുരം ഇറങ്ങുന്നത് വരെ അവർ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഇത് ഒരു ഫാമിലിക്ക് യഥാർത്ഥത്തിലുണ്ടായ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. ഇതുപോലുള്ള നല്ല കഥകളും നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും കൂടെ കൂടാം. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് വീണ്ടും വീണ്ടും നമുക്ക് പോയി നോക്കാം.